സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഹിന്ദുധർമ്മത്തിൽ ഒരുപാട് ദർശനങ്ങളും ഗ്രന്ഥങ്ങളും ഒക്കെ ഉണ്ട്. വേദങ്ങൾ, ഉപനിഷത്തുക്കൾ, ഇതിഹാസങ്ങൾ തുടങ്ങി നമ്മളിന്ന് നിത്യജീവിതത്തിൽ പാരായണം ചെയ്യുന്ന അഷ്ടോത്തരികൾ, സഹസ്രനാമങ്ങൾ ഉൾപ്പെടെയുള്ള രാമായണം, മഹാഭാരതം, നാരായണീയം തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി ഗ്രന്ഥങ്ങൾ നമുക്കുണ്ട്. ഇന്ന് അതൊക്കെ പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾ വളരെയധികമാണ്. അപ്പം അങ്ങനെ പഠിക്കാൻ താല്പര്യമുള്ള ആളുകളോടാണ് 2-3 സൂചനകൾ നൽകാൻ വേണ്ടിയിട്ട് വന്നതാണ്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളിത് പഠിക്കുന്നത്, അത് എങ്ങനെ പഠിക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. നമ്മുടെ ലക്ഷ്യം എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ് പഠിക്കുന്നത് എന്ന് ചോദിച്ചാൽ, സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതുപോലെ ആത്മനോ മോക്ഷാർത്ഥം ജഗത് ഹിതായച്ച എന്ന് തന്നെയാണ് പറയാനുള്ളത്. ആത്മാവിൻ്റെ മോക്ഷത്തിന് വേണ്ടിയിട്ടാണ്, ഈ ജഗത്തിൻ്റെ ഹിതത്തിന് വേണ്ടിയിട്ടാണ്, സർവചരാചരങ്ങളുടെയും ഹിതത്തിന് വേണ്ടിയിട്ടാണ്, ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടാണ്, മോക്ഷത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിതൊക്കെ പഠിക്കുന്നത്. അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. രണ്ടാമത്, ഇത് എങ്ങനെ പഠിക്കണം എന്നുള്ളതാണ്. വേദാദി കാലഘട്ടം മുതൽ ഒരു ഗുരുകുല സമ്പ്രദായമാണ് ഭാരതത്തിൽ എപ്പോഴും ഉണ്ടായിട്ടുള്ളത്. ആ ഗുരുകുല സമ്പ്രദായത്തിൽ ഗുരുവും ശിഷ്യനും തമ്മിൽ തദ്വിദ്ധി പ്രണിപാതേന പരിപ്രശ്നേന സേവയാ, അങ്ങനെയാണ് ആ ഗുരുകുലം പോന്നിരുന്നത്. പരിപ്രശ്നം ചെയ്തും ചോദ്യോത്തരങ്ങൾ ചോദിച്ചൊക്കെയാണ് നമ്മളിതൊക്കെ പഠിച്ചിരുന്നത്. വേറൊരു ഭാഷയിൽ പറയുകയാണെങ്കിൽ ഉത്തരപക്ഷവും പൂർവപക്ഷവും അങ്ങനെയുള്ള തർക്ക വിതർക്കങ്ങളിലൂടെയാണ് ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളത്. പക്ഷേ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ എത്രമാത്രം തർക്ക വിതർക്കങ്ങളിലൂടെ ഈ ഗ്രന്ഥങ്ങളെ പഠിക്കാൻ സാധിക്കും എന്നുള്ളത് വളരെയധികം സംശയമുള്ള കാര്യമാണ്. കാരണം വൈദേശിക വിദ്യാഭ്യാസം നേടിയ, വൈദേശിക സംസ്കാരത്തിനോട് ചേർന്ന് നിൽക്കുന്ന, സെമിറ്റിക് മതങ്ങൾ സ്വാധീനം ചെലുത്തിയിട്ടുള്ള, അല്പമെങ്കിലും സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഒരു സനാതനധർമ്മത്തിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത്. അത്തരത്തിലുള്ളൊരു സാഹചര്യത്തിൽ യുക്തിയുക്തമായിട്ട് ചിന്തിക്കുന്ന സമയത്ത് ഈ വൈദേശിക വിദ്യാഭ്യാസവും വൈദേശിക സംസ്കാരവും ഈ സെമിറ്റിക് മത ചിന്താഗതികളൊക്കെ തന്നെ നേരത്തെ സൂചിപ്പിച്ച ആ ചിന്തയെ സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ വളരെ കൃത്യമായി അതിൻ്റെ സദ്ദർശനങ്ങളിലേക്ക്, അതിൻ്റെ അന്തരാർത്ഥങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ പലപ്പോഴും പലർക്കും സാധിക്കാറില്ല. അപ്പം അതിനെന്താണ് ഒരു പരിഹാരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൃത്യമായി നല്ല ഒരു ഗുരുനാഥനെ കണ്ടെത്തുക. ആ ഗുരുനാഥൻ്റെ കീഴിൽ കൃത്യമായി, ആ ഗുരുനാഥൻ ഇതൊക്കെ അറിയാവുന്ന ആളായിരിക്കണം, അനുഭവജ്ഞാനമുള്ള ആളായിരിക്കണം. കൃത്യമായി അദ്ദേഹത്തിൻ്റെ കീഴിലിരുന്ന് ആത്മാർത്ഥതയോടുകൂടി കൃത്യമായി പഠിച്ചാൽ മാത്രമേ അല്പമെങ്കിലും ആ അറിവിനെ അറിയാനും അത് ജീവിതത്തിൽ പകർത്താനും സാധിക്കുള്ളൂ. എല്ലാവരും അത്തരത്തിലൊരു ഗുരുനാഥൻ കിട്ടട്ടെ, എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ജഗദീശനോട് പ്രാർത്ഥിക്കുകയാണ്. വീണ്ടും കാണാം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.